പൈലറ്റ് ഉറങ്ങിപ്പോയപ്പോൾ ജീവൻ നഷ്ടമായത് 103 സ്ത്രീകൾക്കും 32 പുരുഷന്മാർക്കും 4 കൈക്കുഞ്ഞുങ്ങൾക്കും. മരിച്ചവരിൽ 58 പേരും മലയാളികൾ. 2010 മെയ് 21 ദുബായ് ഇന്റർനാഷണൽ എയർപോർട്ടിൽ നിന്നും മംഗലാപുരത്തേക്ക് എയർ ഇന്ത്യ എക്സ്പ്രസ് പറന്നുയർന്നു. ജീവനക്കാരടക്കം 166 പേരാണ് അതിലുണ്ടായത്. പ്രവാസികളായിരുന്നു യാത്രക്കാരിൽ ഭൂരിഭാഗം പേരും. സമയം പുലർച്ചെ 6 മണി. വിമാനം മംഗലാപുരം എയർപോർട്ടിൽ ലാൻഡ് ചെയ്യാനുള്ള സമയമായിരുന്നു അത്. മംഗലാപുരം റൺവേ ആവട്ടെ ടേബിൾ പോപ്പാണ്. അതായത് റൺവേ കഴിഞ്ഞാൽ പിന്നീട് കുത്തനെ ഒരു ഇറക്കമുണ്ട്. ഇത്തരം റൺവേകളിൽ വിമാനം ലാൻഡ് ചെയ്യുമ്പോൾ ക്യാപ്റ്റൻ തന്നെ ഡയറക്റ്റായി വിമാനം നിയന്ത്രിക്കണമെന്നാണ് കർശനമായ നിർദ്ദേശം. എന്നാൽ ക്യാപ്റ്റന് ടൈമിംഗ് പിഴച്ചു. ലാൻഡിങ്ങിന് ആവശ്യമായതിലും കൂടുതൽ ഉയരത്തിലായിരുന്നു വിമാനം. റൺവേയുടെ പോയിന്റും കഴിഞ്ഞിട്ടാണ് 600 മീറ്റർ വിമാനം മുന്നോട്ട് നീങ്ങിപ്പോയത്. ശക്തിയായി മുന്നോട്ട് ഉയർന്ന വിമാനം ക്യാപ്റ്റൻ പിന്നീട് ഉയർത്താൻ ശ്രമിച്ചുവെങ്കിലും അത് നടന്നില്ല. തുടർന്ന് വിമാനത്തിന്റെ ചിറക് ആന്റിനയിൽ തട്ടി വിമാനത്തിന്റെ ഇന്ധനം ചോർന്ന് വിമാനത്തിന് തീപിടിക്കുകയായിരുന്നു. ശേഷം വിമാനം താഴേക്ക് പതിച്ചു. നിമിഷനേരം കൊണ്ട് ഇല്ലാതായത് 158 പേരുടെ ജീവനാണ്. പിന്നീട് വിമാനത്തിലെ കോക്പിറ്റ് വോയിസ് റെക്കോർഡ് പരിശോധിച്ചപ്പോൾ വിമാനത്തിന്റെ ക്യാപ്റ്റൻ യാത്രക്കിടെ 1.5 മണിക്കൂർ ഉറങ്ങിയതായാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. ക്യാപ്റ്റന്റെ ഈ ഉറക്കത്തിൽ വിമാനത്തിന്റെ ടൈമിംഗ് തെറ്റുകയായിരുന്നു.